ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് വറുത്തരച്ച് കറി വെച്ചാലോ? അതിലേക്ക് ആവശ്യമായിട്ട് 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിനെ ഈ മുഴുപ്പിൽ കട്ട് ചെയ്തെടുക്കുക. 2 തക്കാളി എടുത്തിട്ടുണ്ട്, അതിനെ 4ആയിട്ട് മുറിച്ചെടുക്കുക. ഒരു വലിയ സവോള എടുക്കുക. സവോള ഈ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിരിക്കണം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി. ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഇനി ഈ കുക്കറിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നികന്ന് നിൽക്കാനുള്ളത്രയും രീതിയിൽ വെള്ളം ഒഴിക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് നമുക്ക് കുക്കർ അടുപ്പിലേക്ക് വെക്കാവുന്നതാണ്. 2 വിസിലടിക്കുന്നിടം വരെ കുക്കറിൽ വേവിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വറുത്തെടുക്കാനുള്ള തേങ്ങ ഒരു പാനിലേക്കിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. നന്നായി വറുത്തെടുക്കണം കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്നിടം വരെ വറക്കണം. ഓവറായിട്ട് കരിഞ്ഞു പോകാനും പാടില്ല. ഇതിലേക്ക് ആവശ്യമായിട്ട് ചിലരൊക്കെ ഗ്രാമ്പൂ ഒക്കെ ചേർക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ചേർക്കുന്നതിനാൽ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഒരു 1.5 സ്പൂൺ ഗരം മസാല ചേർക്കുക. 1 സ്പൂൺ മുളക് പൊടി ഇടുക. പിന്നെ നമുക്ക് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർക്കുക. 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് പൊടിയൊന്ന് വറുത്തെടുക്കണം കേട്ടോ. കരിഞ്ഞു പോകരുത്. ഫ്ലെയിം നന്നായിട്ട് സ്ലോയിൽ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇത് വറുത്തെടുക്കാവുള്ളൂ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇത് നന്നായിട്ട് വറുത്ത് ഈ ഒരു ഇതിൽ വന്നതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ട് നമുക്ക് ആ അരപ്പ് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാനുള്ള ഐറ്റംസ് റെഡിയാക്കണം. അതിലേക്ക് ഞാൻ മൺചട്ടിയിലാട്ടോ താളിക്കാൻ എടുക്കുന്നത്. മൺചട്ടിയിൽ കറി വയ്ക്കുന്നതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. ഇത് മൺചട്ടിയിലേക്ക് ഞാൻ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ 4 ചെറിയ ചുമന്നുള്ളിയും ചേർത്ത് അതിനെ ഒന്ന് വഴറ്റിയെടുത്ത് കറിവേപ്പിലയും ചേർത്തിട്ട് 2 വറ്റൽമുളകും ചേർത്തതിന് ശേഷം നമ്മൾ കുക്കറിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങെല്ലാം കൂടെ നമ്മുടെ മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അല്ല, ഒത്തിരി തിളപ്പിക്കരുത്, ചെറുതായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ച് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും കറി ഒന്ന് നല്ല സെറ്റായിട്ടുണ്ടാവും. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.